എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമാണ്, 1-ാം തീയതി, മിഥുനം 1 എല്ലാ സ്ത്രീ ജനങ്ങൾക്കും ഒരു സന്തോഷ വാർത്തയാണ് ഇന്ന് കിട്ടിയത്. എല്ലായിടത്തും ഒന്നുമില്ല, പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയുടെ വിശേഷങ്ങളായിരുന്നു. അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഒരു സന്തോഷമായിരുന്നു. എല്ലാ ബസ്സുകളിലും ഇന്ന് ആ ബോർഡൊക്കെ അതിന് അനുവദിച്ചിട്ടുള്ള ബസ്സുകളിലെല്ലാം കൃത്യമായിട്ട് പ്രിയദർശിനി സൗജന്യ സ്ത്രീ യാത്ര എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ യാത്ര ചെയ്യാം, അധികം തിരക്കൊന്നുമില്ല. അപ്പോൾ എനിക്കിന്ന് രാവിലെ ഇതിൻ്റെ ഉദ്ഘാടനം കോളേജ് ജംഗ്ഷനിലൊക്കെ ഞാൻ കണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഓടിച്ച് ഒന്ന് കണ്ടതേ ഉള്ളൂ, കാരണം ഓട്ടോയിൽ അങ്ങോട്ട് പോയപ്പോഴാണ് എനിക്കിതിനെപ്പറ്റി ഒരു വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരത്ത് ഞാൻ വിചാരിച്ച് എനിക്കിതിൻ്റെ കാര്യങ്ങൾ അറിയണം, എനിക്ക് ഒന്ന് യാത്ര ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് വൈകുന്നേരത്ത് ഓഫീസ് വിട്ട ഉടനെ തന്നെ നമ്മുടെ കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ പോയി അതുവഴി അഷ്ടമുടി കായലിൻ്റെ അതുവഴി അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ആ ബോട്ട് ജെട്ടിയുടെ അതുവഴി നടന്ന് ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ ചെന്ന് കുറച്ച് സമയം നിന്നപ്പോൾ തിരുവനന്തപുരം, കായംകുളം, ആലപ്പുഴ അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സുകളും എല്ലാം ഒരുപാട് ഫാസ്റ്റുകളും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ പ്രിയദർശിനി സ്ത്രീ സൗജന്യ യാത്രയെന്നും പറഞ്ഞ് ബോർഡ് വെച്ച ബസ്സുകളും കിടക്കുന്നുണ്ട്. ദളവാപുരം, കുണ്ട്ര, ഓടനാവട്ടം, പത്തനംതിട്ട എല്ലായിടത്തും പോകാനായിട്ട് ഇങ്ങനെ ബോർഡ് വെച്ച ബസ്സുകൾ കിടക്കുന്നുണ്ട്. അത് ഗവൺമെൻറ് കൃത്യമായിട്ട് അതിൻ്റെ ബോർഡും എല്ലാം വെച്ച് പറഞ്ഞ ദിവസം തന്നെ ഈ പദ്ധതി നടപ്പിലാക്കി. സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷം. പക്ഷേ ഇതിൻ്റെ ഇതിൻ്റെ ഇനി ഭാവിയിലുണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത് കാരണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ KSRTCക്ക് നഷ്ടത്തിലാണെന്ന്, അവർക്ക് സാലറി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നൊക്കെ കേൾക്കുന്ന സ്ഥിതിക്ക് ഈ സൗജന്യ ഇതും അനുവദിക്കുമ്പോൾ എങ്ങനെ ഇത് ഗവൺമെൻറ്റിന് മാനേജ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ഒരു ആശങ്ക നമുക്ക് സ്ത്രീജനങ്ങളുടെ മനസ്സിൽ പലരുടെയും മനസ്സിലുണ്ട്. ഞാനങ്ങോട്ട് ബസ്സിൽ പോയപ്പോൾ എൻ്റെ അടുത്തൊരു ലേഡി കയറി ഇട്ടുണ്ടായിരുന്നു ബസ്സിൽ. ആ ലേഡി ഒരു ഉദ്യോഗസ്ഥയാണ്. അവരുടെ മനസ്സിലും ഈ ചിന്ത വന്നു, ഇങ്ങനെ ചെയ്താൽ ഇതെങ്ങനെ ആവും, ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കണ്ടേ? ആ ചിന്ത എൻ്റെ മനസ്സിലും ഓരോ വ്യക്തികളുടെ മനസ്സിലും ഈ ആനുകൂല്യം അനുഭവിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും ഇത് നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു ബ്ലെസ്സിങ്, ഒരു സന്തോഷം, നമ്മുടെ സ്ത്രീജനങ്ങളെ പരിഗണിച്ചതിലുള്ള ഒരു ഭയങ്കരമായ ഒരു നിർവൃതി, ആത്മനിർവൃതിയായിട്ടാണ് തോന്നുന്നത്. എത്ര നാൾ ഇത് നമുക്ക് ആനുകൂല്യം കിട്ടുമെന്ന്, നമുക്ക് ഒരുപാട് കാലം കിട്ടട്ടെ എന്ന് നമുക്ക് സ്വയം പ്രാർത്ഥിക്കാം. ഗവൺമെൻറ്റിന് നല്ല കാശും കാര്യങ്ങളും എല്ലാം ആവട്ടെ. എന്തായാലും പറഞ്ഞത് പ്രാവർത്തികമാക്കാൻ കാണിച്ച തൻ്റെ ഇടം, ചങ്കൂറ്റം നമുക്ക് അതിനെ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. എല്ലാവരും അതിന് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് കുറേ സമയം കാത്തു നിന്ന്, എന്നിട്ട് ബസ്സൊന്നും കാണുന്നില്ല. കാരണം ഞങ്ങളെ ഭാഗത്തോട്ട് വരുന്ന കൊട്ടിയം ചാത്തന്നൂർ ഈ റൂട്ടിൽ വരുന്ന ബസ്സുകളൊന്നും കണ്ടില്ല. കുറേ സമയം ഞാൻ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇനി ഇതുണ്ടോ ഇല്ലയെന്ന് നോക്കണ്ടേ. അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്കെല്ലാം ഉള്ള ബസ്സുകളുണ്ട്. ഉടനെ തന്നെ ഞാൻ എൻക്വയറിയിൽ അന്വേഷിച്ചപ്പം പറഞ്ഞു 5:50 ബസ്സുണ്ടെന്ന്. അങ്ങനെ ഞാൻ വളരെ ഹാപ്പിയായിട്ട് അവിടെ നിന്നു. 5:35, 40 ആ സമയമായപ്പോഴത്തേനായി. അങ്ങനെ കാണാം നമ്മുടെ വന്നല്ലോ, വനമാല അതോ വരുന്നു, നമ്മുടെ പ്രിയദർശിനി ബസ് ചാത്തന്നൂരിൽ നിന്ന് ബോർഡുമൊക്കെ വെച്ച് കൊണ്ടുവന്ന് അവിടെ നിർത്തിയിടുന്ന സ്ഥലത്ത്, എന്ന് വെച്ചാൽ ഇവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണമെങ്കിൽ എവിടെയാണോ കൊണ്ടിടുന്നത് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉടനെ തന്നെ ഞാൻ ഒരു ബസ്സിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തിട്ട് പതുക്കെ അതിനകത്ത് കയറിയിരുന്നു. പിന്നെയാണ് ഓരോരുത്തരും വന്നിരിക്കാൻ തുടങ്ങിയത്. കുറേ ലേഡീസെല്ലാം കയറിയിരുന്നു. അപ്പോഴാണ് അടുത്തിരുന്ന കൊച്ചി ഈ ആശങ്ക പറഞ്ഞത്. അന്നേരം ഞാൻ പറഞ്ഞു, ഒരു 0 ടിക്കറ്റ് തരും, അത് മാത്രമേ ഉള്ളൂ, അത് വാങ്ങിച്ച് ഇറങ്ങേണ്ടുന്ന സ്ഥലത്ത് ഇറങ്ങും. നമ്മൾ എവിടെയാണ് ഇറങ്ങേണ്ടതെന്ന് നമ്മുടെ സ്ഥലം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതനുസരിച്ചുള്ള ടിക്കറ്റാണ് നമുക്ക് തരുന്നത്. അങ്ങനെ ഞാനിന്ന് ഫസ്റ്റ് ഡേയിൽ തന്നെ 1-ാം തീയതി ആയിട്ട് പ്രിയദർശിനി ബസ്സിലാണ് ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇത്തിരി ദൂരം മാത്രമേ ഉള്ളൂ, എങ്കിലും നാളെ രാവിലെ എനിക്ക് പ്രിയദർശിനിയിൽ പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ കുറച്ച് ജോലികളൊക്കെ നേരത്തെ ചെയ്ത് തീർക്കണം. മുമ്പൊക്കെ 8 മണിക്ക് നമ്മൾ ജോലിക്ക് പോയ സമയങ്ങളുണ്ട്, 7 മണിക്കും പോയ സമയങ്ങളുണ്ട്. പക്ഷേ എത്ര പണി ചെയ്താലും ഇപ്പം പണി തീരുന്നില്ല. അതുകൊണ്ട് ഇനി രാവിലെ എഴുന്നേറ്റ് പണിയൊക്കെ തീർത്തിട്ട് നാളെ എനിക്ക് പ്രിയദർശിനിയിൽ തന്നെ പോകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റ് പോകും. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ആനുകൂല്യം നമുക്ക് കിട്ടുന്ന നാളുകൾ ഇത്രയും ആസ്വദിക്കുക, എൻജോയ് ചെയ്യുക, യാത്രകൾ പോവുക.
ഹാപ്പി ആയിട്ടിരിക്കുക. അങ്ങനെ 1-ാം തീയതി ഇതാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം, എല്ലാവരുടെയും വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി. എല്ലാവരും കൊച്ചു കൊച്ചു യാത്രകൾ പോവുക. അപ്പോൾ ഞാൻ പിന്നെ കാണാം. ടാറ്റ. എനിക്ക് കുറച്ച് പണിയുണ്ട്, കാരണം ഞാൻ വൈകിട്ട് ഇങ്ങോട്ട് വന്നപ്പം മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന്, കൊഞ്ചും ചാളയും വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇനി അത് കട്ട് ചെയ്യണം. കൊഞ്ച് കട്ട് ചെയ്താണ് കിട്ടിയത്. ആ ചാള കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് അങ്ങ് രാവിലെ എടുത്തങ്ങ് പണി തുടങ്ങിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് കട്ട് ചെയ്യാനും കൂടെ ആകുമ്പം വീണ്ടും സമയം പോകും. അതെല്ലാം ഇന്ന് തന്നെ സെറ്റാക്കി വെച്ചാൽ നാളെ രാവിലെ എനിക്ക് പ്രിയദർശിനി ബസ്സിൽ പോകാം. ഇതാണ് എൻ്റെ ഇന്നത്തെ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും വലിയ വലിയ ചാനലുകളെ മാത്രം സപ്പോർട്ട് ചെയ്താൽ പോരാ, ഈ കുഞ്ഞു കുഞ്ഞു ചാനലുകളെ കൂടി സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ കരകയറ്റി കൊണ്ടുവരണം. ഞാൻ എല്ലാവർക്കും ലൈക്കും കമൻറ്റും തരുന്നത് പോലെ എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നമ്മളെയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരെയും പിന്നെ കാണാം. ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കട്ടെ.